65 വയസ്സുള്ള ഭാർഗവന്റെ സിനിമ എടുക്കുന്നു എന്നുള്ള കാര്യം നാട് മൊത്തം അറിയുമ്പോൾ ഇതുവരെ നോക്കാത്ത മോൻ ബന്ധം പറഞ്ഞു വരുന്നു. അച്ഛന്റെ സിനിമയാകുമോ, അതിൽ എന്റെ കഥ വില്ലനാകുമോ എന്നുള്ളൊരു ഭയം. ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. അതായത് ഭാർഗവന്റെ കഥ എഴുതുമ്പോൾ ഭാർഗവനെ തിരിഞ്ഞു നോക്കുന്നില്ല മകൻ എന്നുള്ള കാര്യം കഥയിൽ പറഞ്ഞാൽ അവന്റെ വീട്ടുകാർക്ക് ക്ഷീണം ഉണ്ടാവും, അവന്റെ ഭാര്യയ്ക്കും അച്ഛനും ഒക്കെ ക്ഷീണം ഉണ്ടാവും. ഇവനും അച്ഛനെ സ്നേഹിക്കാത്ത ഒരുത്തനാവും. നല്ല കഥയാ കേട്ടോ. ഇത് പുറം ലോകം അറിയുന്നതിനെ കുറിച്ചുള്ള ധാരണയും. പിന്നെ ഒരു സെക്കൻഡ്, ഞാൻ ജോണിച്ചനെ വിളിച്ചു പറയും കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ജോണിച്ചനും വളരെ ജോണിച്ചൻ ഈ നന്മയുള്ളവനാ. ജോണിച്ചൻ നന്മയുള്ളവനാ. ഇത്തരത്തിലുള്ള നന്മയുള്ള കഥ പറയുമ്പോൾ കരയും കേട്ടോ. ശരി, സിനിമ കണ്ടിട്ട് കാര്യം സിനിമ കണ്ടി ഞാൻ ജോണിച്ചനും കൂടെ കാണാൻ പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ജോണിച്ചൻ വളവടാതെ കരയുക. എനിക്ക് ഫീലിംഗ് ഉണ്ട് ഉള്ളിലോട്ടോ. ഞാൻ കരയത്തില്ല, കണ്ണ് നിറയുമായിരിക്കും, പക്ഷെ ഞാൻ കരയത്തില്ല. ജോണിച്ചൻ മടവടാ കരയാ. ഞാൻ ഇത് പറഞ്ഞു, ഞാൻ എന്നാ ജോണിച്ച ഒന്നുമില്ല, കണ്ണിൽ ഈച്ച പോയാന്ന് പറയും, കള്ളം പറയും. അച്ചായൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ തന്നെയോ? ഇല്ല, അച്ഛന് ഭയങ്കര മനസ്സ് ഭയങ്കര ശുദ്ധനാ. അച്ഛൻ ഈ കഥ കേൾക്കുമ്പോ തന്നെ കാര്യം ഇങ്ങനെ. അപ്പൊ മകൻ ഇവിടെ വരികയാണ്. മകൻ ഇവിടെ വരുന്നത് രണ്ട് ഉദ്ദേശമാണ്. തന്റെ കഥാപാത്രം മറ്റൊരു രീതിയിൽ നെഗറ്റീവ് സൈഡ് ആവാനും പാടില്ല. എങ്കിൽ ഈ കഥ എഴുതുന്നതിനുള്ള എന്റെ അച്ഛന്റെ ജീവിതകാര്യത എഴുതാനുള്ള റോയൽറ്റി, അതായത് എന്റെ പൈസ വേണം. കഥാകൃത്തിനോട് എന്താണ് എന്റെ അച്ഛന്റെ കഥയാണ് എഴുതുന്നത്. എന്റെ അച്ഛന്റെ കഥ അത് നോവലായിട്ട് എഴുതാന്നോ അത് സിനിമയാക്കുകയാണ്. അത് സിനിമയാക്കുമ്പോൾ അതിനുള്ള പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ അവകാശമാണ്. എന്റെ അച്ഛന്റെ കഥയാണ്. നമ്മളും റോയൽറ്റി എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ ഇത് എന്റെ സൃഷ്ടിയാണ്. ഭാർഗവൻ ഇല്ലല്ല, ഇത് എന്റെ സൃഷ്ടി. ഭാവനയിലാണ് ഞാൻ. ഒരു നിമിഷം നേരം ഉണ്ടല്ലോ ഞാൻ ഭാർഗവൻ ഉണ്ടത് ചിന്തിച്ചു. അതാണ് നമ്മുടെ വിജയം കേട്ടോ. അത് നല്ല ടച്ച് ചെയ്ത് പറഞ്ഞു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഞാൻ എന്റെ പറഞ്ഞില്ലേ ഭാർഗവന് കല്യാണിയൊക്കെ ഓടി വന്നു കേട്ടോ. അതിനോട് ചെറിയ വിളിച്ച് പറയാൻ പോയി. ആത്മാവുണ്ട്. അഡ്വാൻസ് ക്യാഷാ കേട്ടോ. എന്റെ പേരറിയാമല്ലോ, ലൂക്കോ ബ്രൂണി. അടിപൊളിയല്ലേ? അതെ, പിന്നെ പടത്തില്ലേ നല്ല സിനിമാറ്റിക് ഗ്രൂപ്പിനൊക്കെ ഇടാൻ പറ്റിയ നല്ല പേരാ. പിന്നെ ലൂക്കോ ബ്രൂണി. പിന്നെ നിർമ്മാണം എഴുതി കാണിക്കുമ്പോ ലൂക്കോ ബ്രൂണി മുണ്ടക്കൈന്ന് കൂടെ വെക്കാവോ? വെക്കാവല്ലോ, ഇല്ലയോ? കാരണം 100 കണക്കിന് ലൂക്കോ ബ്രൂണി കാണത്തില്ലയോ? LB പ്രൊഡക്ഷൻസ് ലൂക്കോ ബ്രൂണി മുണ്ടക്കൈ എന്ന ബ്രാക്കറ്റിൽ വെച്ചേക്കണം. മുണ്ടക്കൈക്കാർക്ക് ഒരു അഭിമാനം ആവട്ടെ, ഞാനും പടം എടുക്കുവാന്നുള്ളതല്ലേ. അപ്പൊ കഥ ഏതെങ്കിലും എത്തി സാറേ. അപ്പൊ കഥ എന്ന് പറഞ്ഞാൽ നായകന് പൈസ കൊടുക്കുന്നു. ആ നായകൻ പൈസ കൊടുക്കുന്നു, മറ്റേ അച്ഛന്റെ മകന് പൈസ കൊടുക്കുന്നു. മകന് പൈസ കൊടുത്തതിന് ശേഷം മകന്റെ അനുവാദത്തോടുകൂടി വീണ്ടും ഈ കഥ എഴുതുകയാണ്. അപ്പൊ ഈ മകന് പൈസ കൊടുത്തായിരുന്നു. അവനൊരു ക്രൂരനാണ്. സ്വന്തം അച്ഛന്റെ കഥ എഴുതുന്നതിന് കാശ് വേണം. ഒന്നാമത് അവനെ നോക്കുന്നില്ല, അപ്പനെ നോക്കുന്നില്ല. അപ്പൊ അതിലൂടെ കൂടെ കാശ്, അതിന്റെ കൂടെ കാശ് വേണം. ആ കാശ് കിട്ടിയപ്പോഴത്തേക്ക് തന്റെ ഭാര്യയുടെ വർത്തമാനം അനുസരിച്ച് ഭാര്യയാണ് ഇതിനെല്ലാത്തിനും കൂട്ടിക്കുന്നത്. അപ്പൊ ഇതിന്റെ കഥ എഴുതാൻ പൈസ വേണ്ടിയിട്ട് അപ്പൊ ഇവരിങ്ങനെ ആ പൈസ കൊടുക്കുന്നു. അപ്പൊ ഇതറിയുന്ന നാട്ടുകാർ വിഷയം ഉണ്ടാക്കുന്നു. ഇത്രയും നാൾ നോക്കാത്ത അവൻ എന്തിന് പൈസ കൊടുത്തു? അവൻ ആരാണ് ഇത്? ഞങ്ങളാണ് നോക്കുന്നത്, നാട്ടുകാരെ ഞങ്ങളാണ് നോക്കുന്നത്. ഈ 5 സെന്റ് പുരടത്തി പുള്ളി അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതുകൊണ്ട് എങ്ങും പോകാതെ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, അവന് പൈസ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. വലിയ വിഷയം ഉണ്ടാവുന്നു. ഇങ്ങനെ വലിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇവനാകെ ബുദ്ധിമുട്ടാവുന്നു. ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ലാസ്റ്റ് അവൻ ഇതിനെല്ലാം പരിഹാരമായിട്ട് പറയുന്നു. ഈ പടം എഴുതി ക്ലൈമാക്സ് ചെയ്ത് പോകുമ്പോൾ പരിഹാരമായിട്ട് പറയണം, അപ്പോൾ നിനക്കിനി പൈസ തരില്ല, ബാക്കി തരാനുള്ള. കാരണം ഇത് നാട്ടുകാർ പറയട്ടെ, ഇത്രയും നോക്കാത്ത നിനക്ക് എന്ത് അവകാശമാണ് ഈ കാശ് മേടിക്കാൻ എന്ന് പറയുമ്പോൾ പറയുന്നു, ഞാൻ ഇത്രയും നാൾ അദ്ദേഹത്തിനെ നോക്കാഞ്ഞതോ കൊണ്ടുപോകാഞ്ഞതോ അല്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണി എൻ്റെ അമ്മ മരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു, വരുന്നില്ല. ആരും ഇനി പേടിക്കണ്ട. ദാണ്ട ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വൃദ്ധസദനം, ഇവിടത്തേക്ക് ഞാൻ എൻ്റെ അച്ഛനെ ആക്കുകയാണ്, ഇനിയെങ്കിലും പറ്റൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നായകൻ ചെകിട്ടത്തിട്ടൊരു അടി കൊടുക്കുകയാണ്. നീ എന്തിനാണ് അടിച്ചത്? അപ്പോഴാണ് ഇതിൻ്റെ സസ്പെൻസ് പൊളിയുന്നത്. ഞാൻ കഥ എഴുതി. ആ കഥയിൽ കല്യാണിയും ഭാർഗവനും മാത്രമല്ല, നിന്റെ മുന്നിൽ നിൽക്കുന്ന നീ എന്ന് പറയുന്ന അവതാരം അദ്ദേഹം പണ്ടൊരു അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയ കുട്ടിയാന്നുള്ള സത്യം ഈ കഥാകൃത്ത് പറയുകയാണ്. ഈ മകനെ എടുത്തു വളർത്തിയ മകനാണെന്ന്. അപ്പം ആകെ തകർന്നു പോകണം അദ്ദേഹം. സ്വന്തം അച്ഛനെ അവർ പിടിക്കുമ്പോഴും പറയുന്നത് ഇല്ല, പറയണം ഞാൻ ഭാർഗവനെ പറ്റി എന്നാ കഷ്ടമാണെന്ന് ആലോചിച്ച് വെക്ക്. അവനെ വളർത്തി ഈ നിലയിൽ എത്തിച്ചില്ലയോ? അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ അവൻ ഇത് ചെയ്യോ? നല്ല കഥയാട്ടോ.